Hello friends, welcome back to Kitchen Delites. ഇന്ന് നമ്മൾ കുറച്ചധികം പഴുത്തു പോയ നേന്ത്രപ്പഴം കൊണ്ട് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അതും ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം നമ്മൾ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മുന്തിരി കിസ്മിസും ഡേറ്റ്സും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങിയാൽ മതി, ശരിക്കും ബ്രൗൺ ആവണ്ട. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ശർക്കര ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ചൂടുള്ള പാത്രത്തിലിരുന്നാൽ തേങ്ങയെല്ലാം ഉണങ്ങിപ്പോവും. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 3 നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് എടുത്തത്. ഇത് കുറച്ച് പഴുത്തുപോയ നേന്ത്രപ്പഴമാണ്. ഇതിൻ്റെ നടുക്കുള്ള ഒരു നാര് പോലത്തെ സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടിത് മാഷ് ചെയ്തെടുക്കുക. ഇത് പഴുത്തുപോയ നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റാണ്. നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആദ്യം ചേർത്ത് ഇളക്കി നോക്കുക. അതിനുശേഷം ഇത് വീണ്ടും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. വീണ്ടും അരിപ്പൊടി ചേർക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നീളത്തിൽ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിൽ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോവുകയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി മാവെടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ അകത്ത് പൊട്ടലൊന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലായിടത്തും നന്നായിട്ട് സീൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആണ് സാധാരണ ചെയ്യാറ്. അതിന് പകരം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൽ ചെറുതായിട്ട് ഈ ദോശയ്ക്കൊക്കെ തടവുന്ന പോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഇതെല്ലാം ഇറക്കി വയ്ക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം വേണം വെക്കാൻ. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. കാരണം ഈ മാവ് വെന്ത് വരാനായിട്ട് കുറച്ചധികം സമയം വെക്കേണ്ടി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഒരു സൈഡ് മാത്രം ഇരുന്ന് ബ്രൗൺ ആയി പോകരുത്. എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക. ഇത്രയും ഫില്ലിങ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്